ഹലോ, എല്ലാവർക്കും വെൽക്കം. അപ്പൊ നമ്മുടെ ഡെയിലി വർക്ക്ഷോപ്പ് ഫോർ സി എ ഫൗണ്ടേഷൻ ലോ റണ്ണിങ് ആണ് അല്ലെ? ഓക്കെ, അപ്പൊ എല്ലാവരും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ 2-3 ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് ആൻഡ് അതിന്റെ കറക്റ്റ് വേ ഓഫ് ആൻസർ പ്രസന്റേഷൻ ഒക്കെ പഠിച്ച് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഒരു ബ്രീഫ് ഐഡിയ ഒക്കെ ബൈ നൗ കിട്ടിയിട്ടുണ്ടാവും. ആൻഡ് ഇനി നമുക്കുണ്ട് ഒരു ഓൾമോസ്റ്റ് 50 ഡേയ്സ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ നിന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ജൂൺ 24 ICA തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആൻഡ് 7 മാർക്സിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്വസ്റ്റ്യൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും മനസ്സിലായല്ലോ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്, നമ്മൾ അതിനെ നിന്ന് ഡിക്കോഡ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൻ്റെ ഒരു ബെറ്റർ മാർക്സിൽ എത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ആൻസറിൽ ആഡ് ചെയ്യേണ്ടത്, ആൻസർ പാർട്ടിൽ ആഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് ഫസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, സോണി, എ ഫ്രണ്ട് ഓഫ് പ്രിയ, wanted to buy her two-wheeler. Priya agreed to sell her two-wheeler to Sony and it was decided that price of her two-wheeler will be fixed by Priya's ഫാദർ. ഓക്കെ, ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പെൻസിലൊക്കെ കൊണ്ട്, നമുക്ക് കോൾ ഓഫ് ടൈം ഉണ്ടല്ലോ, 15 മിനിറ്റ്സ് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാനുള്ള ഒരു ടൈം ഉണ്ട്. ആ ഒരു ടൈമിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്, പിന്നീട് നിങ്ങൾ സെക്കൻഡ് ടൈം ഇത് ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് നിങ്ങളിത് ഈ ഒരു പോയിന്റിനെ പറ്റി നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് ആ ഒരു പോയിന്റിൽ കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ തന്നെ ശ്രദ്ധയെ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് എത്തിക്കുക, ക്വസ്റ്റ്യൻ്റെ കീ പോയിന്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എനിക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ഈ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഈ ഒരു ഏരിയ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. അതുകൊണ്ട് ഞാനിവിടെ ഇതിനെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാണ്. ഓക്കെ, പ്രൈസ് ഓഫ് ഹർ two-wheeler വിൽ ബി ഫിക്സ്ഡ് ബൈ പ്രിയാസ് ഫാദർ. അപ്പൊ എനിക്കിത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നാൻ കാര്യം എന്താന്ന് വെച്ചാൽ, സോണി ആൻഡ് പ്രിയ ആണ് ഇവിടുത്തെ കോൺട്രാക്ടിങ് പാർട്ടീസ്. ഈ പ്രിയയുടെ ഫാദർ എന്ന് പറയുന്ന വ്യക്തി എക്സ് ഓർ വൈ, നമുക്കിപ്പോൾ എക്സ് എന്ന് വിളിക്കാം, അദ്ദേഹം എന്താണ് ഈ കോൺട്രാക്റ്റിൽ ഒരു തേർഡ് പാർട്ടിയാണ്. അപ്പൊ തേർഡ് പാർട്ടി വന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മളുടെ പ്രൈസ് ഫിക്സ് ചെയ്യാണ്. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒന്ന് ഓർത്തെടുക്കുക. നമ്മൾ പഠിച്ചിട്ടുള്ള പ്രൊവിഷൻസിൽ ഏതെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് വായിച്ചു നോക്കാം. ആൻഡ് ഫാദറിന്റെ പ്രത്യേകത ഹു ഈസ് എൻ ഓട്ടോ ഡീലർ. ഓക്കെ, എക്സ്പേർട്ട് ആയിരിക്കാം എന്നുള്ളൊരു കാരണം കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രിയ ഇമ്മീഡിയറ്റ്ലി ഹാൻഡഡ് ഓവർ ദ കീ ടു സോണി. പ്രിയ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് മുൻപേ തന്നെ ഈ വെഹിക്കിള് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ വെഹിക്കിൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത് പോലെ എന്ത് ചെയ്തു, അതിന് സിമിലർ ആയിട്ട് വരുന്ന കീ എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഹൗവർ പ്രിയാസ് ഫാദർ റെഫ്യൂസ്ഡ് ടു ഫിക്സ് ദ പ്രൈസ്. പ്രിയയുടെ ഫാദർ എന്ത് ചെയ്തു, പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് റെഫ്യൂസ് ചെയ്തു. ഓക്കെ, കാരണം എന്താണ്, ആസ് ഹി ഡിഡ് നോട്ട് വാണ്ട് Priya to sell her vehicle, Priya expressed her inability to sell the two-wheeler to Sony and asked for a return. ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു ആ വെഹിക്കിൾ റിട്ടേൺ ചെയ്യണം എന്നുള്ളത്. ബട്ട് ഫ്രണ്ട് സമ്മതിച്ചോ ഇല്ല, ബട്ട് സോണി റെഫ്യൂസ്ഡ് ടു റിട്ടേൺ ദ സെയിം. അപ്പൊ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളോടുള്ള ക്വസ്റ്റ്യൻ എന്താണ് എന്ന് വെച്ചാൽ, ക്യാൻ പ്രിയ ടേക്ക് ബാക്ക് ദ വെഹിക്കിൾ ഫ്രം സോണി. സോണിയുടെ കയ്യിൽ നിന്ന് പ്രിയയുടെ വെഹിക്കിൾ തിരിച്ചു മേടിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇവിടെ സെയില് നടന്നിട്ടുണ്ടോ ഇല്ല, സാധനം ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, പക്ഷെ പ്രൈസ് പേ ചെയ്തിട്ടില്ല. അപ്പോൾ റീസണബിളി നോക്കുകയാണെങ്കിൽ തിരിച്ചെടുക്കത്തില്ലേ? നമുക്ക് നോക്കാം എന്താണ് പ്രൊവിഷൻ എന്നുള്ളത്. ആൻഡ് രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കൂടെ തന്നിട്ടുണ്ട്, വിൽ യുവർ ആൻസർ ബി ഡിഫറെന്റ് ഇഫ് പ്രിയ ഹാഡ് നോട്ട് ഹാൻഡഡ് ഓവർ ദ വെഹിക്കിൾ ടു സോണി. അതായത് ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ള സിറ്റുവേഷനിൽ ചെറിയൊരു ചേഞ്ച് വന്നാൽ നമ്മുടെ ആൻസർ മാറുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സോ 7 മാർക്സിനുള്ള 2 കൺക്ലൂഷൻ വരേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് നമ്മൾ ബൈ നൗ മനസ്സിലാക്കണം. അപ്പൊ നേരത്തെയുള്ള ക്ലാസ്സുകളിൽ നിന്നൊക്കെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആൻസർ ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആൻസറിനെ ഒരു സിറ്റുവേഷനെ ഒക്കെ അനലൈസ് ചെയ്ത് നമ്മൾ ആൻസറിലേക്ക് എത്തേണ്ട ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആൻസറിനെ 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലെ. പ്രൊവിഷൻ പാർട്ട്, അനാലിസിസ് പാർട്ട് ആൻഡ് കൺക്ലൂഷൻ പാർട്ട്. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ഒരു പ്രോപ്പർ പ്രസന്റേഷൻ ഓഫ് ആൻസർ എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ സപ്പോസ് നിങ്ങളുടെ ആൻസർ ബുക്ക്ലെറ്റ് എങ്കിൽ ഇങ്ങനെയായിരിക്കും, നിങ്ങളുടെ റൂൾഡ് ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരിക്കും. ഇങ്ങനെയാണ് നിങ്ങളുടെ ആൻസർ ബുക്ക്ലെറ്റ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം,
ഫസ്റ്റ് ഇതിന്റെ ഒരു ഫ്രഷ് പേജിലായിരിക്കണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, ഒരു പുതിയ ക്വസ്റ്റ്യൻ എഴുതി തുടങ്ങേണ്ടത്. അത് വളരെ ശ്രദ്ധിക്കണം. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ നമ്പർ നമ്മളുടെ ആൻസർ ഷീറ്റിന്റെ നടുക്കോട്ട് അങ്ങോട്ട് എഴുതി വെക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ സപ്പോസ് ഇത് 1A ആണ് എന്ന് വിചാരിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1A ആൻഡ് മാർജിനിലും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, 1A എന്നുള്ളത് എഴുതി വെക്കാം. ഓക്കെ ഓക്കെ, കാണാം. യെസ്, 1A എന്നുള്ളത്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ ഏത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആൻസർ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ വാല്യുവേഷൻ ചെയ്യുന്ന ആൾക്ക് കാണാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. അത് നമ്മുടെ ആവശ്യമാണ് അല്ലേ. നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്തിട്ടുള്ളത് എന്ന് കറക്റ്റായിട്ട് വാല്യുവേഷൻ ചെയ്യുന്ന ആൾ കാണണം. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മളുടെ ആവശ്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കറക്റ്റ് മീറ്റിലായിട്ട് നല്ല രീതിയിൽ കാണാവുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ നമ്പറൊക്കെ കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക, കോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു പാർട്ട് പുതിയ പേജിൽ സ്റ്റാർട്ട് ചെയ്യണം. പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ എഴുതണം. ആൻഡ് നമ്മുടെ ആൻസറിലേക്ക് വരുമ്പോൾ 3 ഡിവിഷനായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ പ്രൊവിഷൻ പാർട്ട്. പ്രൊവിഷൻ പാർട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു ഹെഡിങ് ഒക്കെ കൊടുക്കാം. അതായത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ടോപ്പിക്കിന്റെ ഒരു ഹെഡിങ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പ്രൊവിഷൻ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട് കൂടി നമ്മളുടെ ആൻസറിന് വേണം. അതായത് ക്വസ്റ്റ്യൻ കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഏരിയ അല്ല ഇത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം, എവിടെയാണോ പ്രോബ്ലം വന്നിട്ടുള്ളത് ആ ഒരു പ്രോബ്ലത്തിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ സിറ്റുവേഷൻ നമ്മളൊന്ന് അനലൈസ് ചെയ്യാം. നമുക്ക് ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള സ്റ്റുഡൻ്റ് ആണ് എന്നുള്ളത് അഡീഷൻ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കോർ പോയിന്റിനെ വെച്ചിട്ട് ഈ സിറ്റുവേഷന്റെ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാനുള്ള ഒരു പോയിന്റ് ആണ് അനാലിസിസ് പാർട്ട്. ആൻഡ് കൺക്ലൂഷൻ പാർട്ടിൽ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 2 ചോദ്യങ്ങളുണ്ട് അല്ലെ, 2 ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 കൺക്ലൂഷൻ എന്ത് ചെയ്യണം, ഫ്രെയിം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ 2 കൺക്ലൂഷനും നമുക്ക് മസ്റ്റ് ആയിട്ട് നമ്മുടെ ആൻസറിൽ ഉണ്ടായിരിക്കണം. സോ ഇത്രയും ആയിരിക്കണം നമ്മുടെ ആൻസറിന്റെ ഒരു പ്രോപ്പർ ഫോർമാറ്റ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മുടെ ആൻസറിൽ ഒരു ബെറ്റർ മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് എലിജിബിൾ ആവുന്നത്. ഓക്കെ, അപ്പം മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസിൽ നമ്മൾ കാണാറുണ്ട് ക്വസ്റ്റ്യൻ്റെ കൂട്ടത്തിൽ തന്നെ എക്സ്പ്ലെയിൻ വിത്ത് റെഫറൻസ് ടു ദി പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1832 അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ട് കൂടെ മെൻഷൻ ചെയ്ത് ചോദിച്ച് കാണാറുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ അങ്ങനെ കണ്ടില്ല അല്ലേ. ബട്ട് സ്റ്റിൽ നമ്മൾ മനസ്സിലാക്കി ഇത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്. എങ്ങനെ മനസ്സിലാക്കി, നമ്മൾ നോക്കി ഇവിടെ ഒരു കോൺട്രാക്ട് സംഭവിക്കാൻ വേണ്ടി പോവാണ്. ആ ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രാക്ട് ആണ് എന്നുള്ളത്. അത് നമ്മൾ എവിടെയാണ് കൂടുതലും പഠിക്കുന്നത്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻ നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലാണ് പഠിക്കുന്നത്. ആൻഡ് ഇവിടെ പ്രൈസ് ഫിക്സ് ചെയ്ത ആരാണ്, ഒരു തേർഡ് പാർട്ടിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടോ? യെസ്, നമ്മുടെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന ചാപ്റ്ററിൽ നമുക്കിവിടെ ചാപ്റ്റർ കൂടെ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് എഴുതി വെക്കാം. ചാപ്റ്റർ ഏതാണ്? സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. നമ്മൾ എപ്പോഴും ആക്ട് എഴുതുന്ന സമയത്ത് അതിന്റെ വർഷം കൂടെ ചേർത്ത് വേണം നമ്മൾ എഴുതാൻ. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1913. ഓക്കെ, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1913 ആണ്. അതിൽ നമ്മൾക്ക് 4 യൂണിറ്റ്സ് ഉണ്ടായിരുന്നു പഠിക്കാൻ. 4 യൂണിറ്റ്സിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ എന്താ പഠിച്ചത്, ഒരു കോൺട്രാക്ട് ഫോർ സെയിൽ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടത് ഫോം ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു ഫോർമേഷൻ സ്റ്റേജിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട പ്രൊവിഷൻസ്, അതിന് റിലേറ്റ് ചെയ്ത് വരാനുള്ള പ്രോബ്ലംസ്, അതിന് വേണ്ട കുറച്ച് സൊല്യൂഷൻസ്. എന്തിനാണ് ലോ, എന്തിനാണ് ലോ മെയിനായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അവിടെ ഒരു ഫെയർ സൊല്യൂഷൻ വേണം, ഒരു അൺബയസ്ഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ വേണം. അതിന് വേണ്ടിയിട്ടാണ് ലോ ഉള്ളത് അല്ലേ. അപ്പം ഈ ഓരോ കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യതയുള്ള ഏരിയാസ് ഒക്കെ കണ്ടുപിടിച്ച് അതിനൊക്കെ സൊല്യൂഷൻ കൊടുത്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റിന് ഈ പറഞ്ഞ യൂണിറ്റ് നമ്മുടെ ഫോർമേഷൻ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ, ആ ഒരു യൂണിറ്റിലാണ് നമ്മുടെ സൊല്യൂഷൻ ഉള്ളത്. ഇവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ആരാണ്? തേർഡ് പാർട്ടി. അപ്പൊ നമ്മുടെ ഈ ഒരു യൂണിറ്റിന്റെ ഓൾമോസ്റ്റ് ലാസ്റ്റ് എന്നല്ല, ലാസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ പഠിച്ച ഒരു പോയിന്റ് ആണ് അസർടൈൻമെന്റ് ഓഫ് പ്രൈസ് അണ്ടർ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് വെച്ചിട്ട്. ഓക്കെ, ആ ഒരു പോയിന്റിലാണ്, ആ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ ഇതിന്റെ ആൻസറിലേക്ക് എത്തേണ്ടത്. ഓക്കെ, എന്തായിരുന്നു നമ്മളുടെ ഹെഡിങ് എന്ന് പറയുന്നത്? അസർടൈൻമെന്റ് ഓഫ് പ്രൈസ്. ഓക്കെ, അവിടെ 2 സെക്ഷൻസ് ഉണ്ട്, സെക്ഷൻ 9 and section 10.
ഓക്കെ, ഈ രണ്ട് സെക്ഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ആൻസറിലേക്ക് എത്തേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണെന്ന് മനസ്സിലാക്കി. അത് നമ്മളെ ഫോർമേഷൻ എന്നുള്ള ഒരു യൂണിറ്റിലാണ് നമ്മൾ ഈ ഒരു സിറ്റുവേഷനെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. നമ്മൾക്ക് റെലവെന്റ് ആയിട്ടുള്ള സെക്ഷൻസ് എന്ന് പറയുന്നത് സെക്ഷൻ 9 and 10. സെക്ഷൻസ് നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, കോട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ആസ് പെർ റെലവെന്റ് പ്രൊവിഷൻസ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 എന്ന് എഴുതുക. ബട്ട് മാക്സിമം നമ്മൾ പഠിക്കുന്ന സമയത്ത് സെക്ഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സെക്ഷൻ കോട്ട് ചെയ്യുന്നത് ഓൾവേസ് ഇതൊരു പോസിറ്റീവ് സെൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഓൾവേസ് ട്രൈ ടു ഇൻവോൾവ് സെക്ഷൻ നമ്പേഴ്സ് ഇൻ യുവർ ആൻസർ. ബട്ട് ഇഫ് യു ആർ നോട്ട് മച്ച് കോൺഫിഡൻറ്റ്, അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, യെസ്, സെക്ഷൻ 9 ആണ് നമ്മൾ കോട്ട് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഇനിയും ഈ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിൽ, അതായത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട പ്രൊവിഷനിൽ നിങ്ങൾക്ക് സ്റ്റിൽ ഒരു ക്ലാരിറ്റി ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് പ്രൊവിഷൻ വായിക്കാൻ പറ്റില്ലല്ലോ, ക്വസ്റ്റൻ ഒന്നും കൂടെ വായിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, അപ്പം നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ സെക്ഷൻ 9 എന്താണ് പറയുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് പ്രൈസ് എന്ന് പറയുന്നത്? അപ്പോൾ നമുക്കിത് 7 മാർക്സിന്റെ ക്വസ്റ്റൻ ആണ്. അതുകൊണ്ട് ആസ് പോസിബിൾ നമുക്ക് എന്തൊക്കെ പ്രൊവിഷൻ ആണ് ഇതിന്റെ ഫൈനൽ കൺക്ലൂഷനെ സപ്പോർട്ട് ചെയ്ത് വരേണ്ടത്, അതെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് പ്രൈസ് എന്നുള്ള കേസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതുകൂടെ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു മണി കൺസിഡറേഷൻ ആണ്. മണി കൺസിഡറേഷൻ എന്തിനു വേണ്ടിയിട്ട്? ഫോർ കോൺട്രാക്ട് ഓഫ് സെയിൽ. ഓക്കെ, ഒരു കോൺട്രാക്ട് ഓഫ് സെയിലുള്ള മണി കൺസിഡറേഷൻ അല്ലെങ്കിൽ മോണിറ്ററി കൺസിഡറേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, പ്രൈസ് എന്ന് പറയുന്നത്. സോ ആ ഒരു പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യും. ഈ സെക്ഷൻ 9 എന്താണ് പറയുന്നത്? സെക്ഷൻ 9 ആസ് പെർ സെക്ഷൻ 9 ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 എന്ന് പ്രോപ്പർ ആയിട്ട് തന്നെ നിങ്ങൾ എഴുതാം. ഓക്കെ, നമുക്ക് അങ്ങനെ തന്നെ എഴുതി പോകാം അല്ലേ? ഓക്കെ, ആസ് പെർ സെക്ഷൻ 9 ഓഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, ഈ വർഷമാണ് 1930. സെക്ഷൻ 9 എന്താണ് പറയുന്നത് വെച്ചാൽ ഒരു 3 പോയിന്റ് പറയുന്നുണ്ട്. അതായത് ഈ പ്രൈസ് എന്ന് പറയുന്ന സംഭവം, അതായത് മോണിറ്ററി കൺസിഡറേഷൻ ഫോർ കോൺട്രാക്ട് ഓഫ് സെയിൽ എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ള 3 വേസ് ആണ് അവിടെ പറയുന്നത്. ഒന്നാമത്തെ വഴി, അതായത് പ്രൈസ് ഫോർ കോൺട്രാക്ട് ഓഫ് സെയിൽ മേ ബി ഫിക്സ്ഡ് ബൈ കോൺട്രാക്ട് ഇറ്റ്സെൽഫ്. എന്നുവെച്ചാൽ എന്താണ്, നമ്മൾ ഇവിടെ വേണമെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും, സോണി ആൻഡ് പ്രിയയ്ക്ക് ആദ്യം തീരുമാനിക്കാമായിരുന്നു. പ്രിയയ്ക്ക് പറയാമായിരുന്നു, ഞാൻ ലാസ്റ്റ് ഇയറിൽ ഒരു 50,000 അല്ലെങ്കിൽ വേണ്ട ഒരു 80,000 റുപ്പീസ് കൊടുത്ത് വാങ്ങിയ എൻ്റെ സ്കൂട്ടറാണ്. ആൻഡ് ഒരു 1.5 ഇയേഴ്സ് ഞാൻ യൂസ് ചെയ്തു. ഓക്കെ, നീ എൻ്റെ ഫ്രണ്ട് ആയതും കൊണ്ട് കൂടെ ഞാനൊരു 60,000 റുപ്പീസിന് ഞാനത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റഡ് ആണ്. ഇഫ് യു സോണി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അങ്ങനെ അവർ തമ്മിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ബൈ കോൺട്രാക്ട് ഇറ്റ്സെൽഫ് അവർക്ക് ആ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യാമായിരുന്നു. അങ്ങനെ ഫിക്സ് ചെയ്തിരുന്നെങ്കിൽ അതായിരുന്നു അവരുടെ പ്രൈസ്. അതാണ് സെക്ഷൻ 9 ഫസ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പം ബൈ കോൺട്രാക്ട് ഇറ്റ്സെൽഫ് അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, പ്രൈസ് ഫിക്സ് ചെയ്യാമായിരുന്നു. ഓക്കെ, അപ്പം എൻ്റെ പോലത്തെ കുറച്ച് മെസ്സി ഹാൻഡ് റൈറ്റിംഗ് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഇപ്പം ഈ കാണുന്ന പോലെ നിങ്ങൾക്ക് എല്ലാ വേർഡ്സും ഹാൻഡ് റൈറ്റിംഗ് അത്ര നീറ്റ് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാ വേർഡ്സും വായിക്കാമല്ലോ. ഇതുപോലെ സ്പേസ് വിട്ട്, സെന്റൻസുകൾ തമ്മിൽ സ്പേസ് വിട്ട്, അതുപോലെ തന്നെ വേർഡ്സുകൾ തമ്മിൽ സ്പേസ് വിട്ടൊക്കെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈവൻ ഇഫ് കുറച്ച് മെസ്സി ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ പോലും പ്രോപ്പറായിട്ട് വായിച്ചെടുത്താൽ മതിയല്ലോ അവർക്ക്. ഓക്കെ, അപ്പം നമ്മൾ കറക്റ്റായിട്ട് സ്പേസ് ഒക്കെ വിട്ട്, വേർഡിങ്സ് തമ്മിലുള്ള സ്പേസ് ഒക്കെ വിട്ട് നീറ്റായിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഒന്നാമത് കോൺട്രാക്ട് ഇറ്റ്സെൽഫിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈസ് ഫിക്സ് ചെയ്യാം. ഇനി അങ്ങനെ ഫിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാനർ എഗ്രീഡ് ഇൻ ദ കോൺട്രാക്ട്, നമ്മൾ കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് പറയാണ് നമുക്ക് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈസ് ഫിക്സ് ചെയ്യാം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബൈ എ വാല്യൂവർ. ഓക്കെ, ബൈ എ വാല്യൂവർ, ഒരു വാല്യൂവറിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്യിക്കാം. ഇവർ ഈ സിറ്റുവേഷനിൽ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ആരാണ് ഫിക്സ് ചെയ്യുന്നത് പറയുന്നത്, പ്രിയയുടെ ഫാദർ. അദ്ദേഹം ഒരു ഓട്ടോ ഡീലർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല എക്സ്പേർട്ട് ആണ്. അദ്ദേഹം അത് ഫിക്സ് ചെയ്യട്ടെ എന്നവർക്ക് തീരുമാനിക്കാമായിരുന്നു. അത് സെക്ഷൻ അലോ ചെയ്തതാണ്, അവരങ്ങനെ തീരുമാനിച്ചു. അതുവരെ വേറെ പ്രശ്നങ്ങളും ഒന്നും ഇല്ല. ആൻഡ് ഇനി ഇങ്ങനെ 2 രീതിയിലും അവർ ഫിക്സ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ എങ്ങനെയായിരുന്നിരിക്കും പ്രൈസ് വരുന്നുണ്ടാവുക, നോർമൽ അല്ലെങ്കിൽ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ, അല്ലെങ്കിൽ ഡീലിംഗ്സിൽ എങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യുമായിരുന്നോ അങ്ങനെയായിരിക്കും ഇതിന്റെ പ്രൈസ് വരുന്നുണ്ടാവുക. ഓക്കെ, സോ ഈ 3 പോയിന്റ്സ് ആണ് സെക്ഷൻ 9 എന്ത് ചെയ്തിട്ടുള്ളത്,
നോട്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് കീ പോയിന്റ്സ്, അതായത് സെക്ഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ടാണ് കോട്ട് ചെയ്യുന്നത് എങ്കിൽ സെക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മളുടെ സെക്ഷൻ 9 പ്രൊവിഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു 2 സെക്ഷൻസ് ഉണ്ട് അല്ലെ, 2 സെക്ഷൻസിനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന നമ്മുടെ ആൻസർ വരാനായിട്ട്. അപ്പൊ സെക്ഷൻ 10 എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുകൂടെ നമുക്ക് നോക്കാം. സോ അടുത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ്, സെക്ഷൻ 10 പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സെക്ഷൻ 10 എന്താണ് പറഞ്ഞിട്ടുള്ളത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തിനാണല്ലോ ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് സൊല്യൂഷൻ, അതിനാണ് ലോ. അപ്പം ചില കോൺഫ്ലിക്റ്റുകൾ ഇന്ന കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്ന സെക്ഷനാണ് എന്ത്, സെക്ഷൻ 10. സെക്ഷൻ 10 പറയുന്നുള്ളത് ഇഫ് പ്രൈസ്, ഇഫ് ഇറ്റ് ഇസ് എഗ്രി ദാറ്റ് പ്രൈസ് മേ ബി ഫിക്സഡ് ബൈ തേർഡ് പാർട്ടി. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ സിറ്റുവേഷനിൽ സപ്പോസ്, അതായത് ഇഫ് ദ തേർഡ് പാർട്ടി ഡസ് നോട്ട് എന്ത് ചെയ്യുന്നില്ല, പ്രൈസ് ഫിക്സ് ചെയ്യുന്നില്ല, ഇവിടെ ഫാദർ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് റിഫ്യൂസ് ചെയ്തു, ആ സിറ്റുവേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, ക്യാൻ നോട്ട് ഫിക്സ് ദ പ്രൈസ്, ദ എഗ്രിമെന്റ്, കാരണം ഇത് കോൺട്രാക്റ്റിലേക്ക് എത്തിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് വിളിക്കാം എഗ്രിമെന്റ്, എഗ്രിമെന്റ് മേ ബി അവോയ്ഡഡ്, അതായത് നമുക്ക് അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും, വോയിഡ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും എന്നതാണ്. ഓക്കെ, വോയിഡ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇൻ കേസ് ഇഫ് ദ തേർഡ് പാർട്ടി, നേരത്തെ നമ്മൾ പറഞ്ഞ അതേ സംഭവം ഇവിടെ സംഭവിക്കുവാണ്, ഡസ് നോട്ട് ഓർ ക്യാൻ നോട്ട് ഫിക്സ് ദ പ്രൈസ് ഡ്യൂ ടു ദ ഡിഫോൾട്ട്. നമ്മൾ ഈ കോൺട്രാക്ടിങ് പാർട്ടീസ്, അതായത് ഇവിടെ ആരൊക്കെയാണ് കോൺട്രാക്ടിങ് പാർട്ടീസ്, സോണി ആൻഡ് പ്രിയ, ഇവരിൽ ആരുടെയെങ്കിലും ഭാഗത്തുള്ള മിസ്റ്റേക്ക് കാരണമാണ് ഈ പറഞ്ഞ തേർഡ് പാർട്ടിക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റാതാവുന്നത് എങ്കിൽ ആ തേർഡ് പാർട്ടി എന്ത് ചെയ്യണം, അതർ പാർട്ടിക്ക് ഉണ്ടാവുന്ന ഡാമേജസ് പേ ചെയ്യണം. ആൻഡ് ദ പാർട്ടി ഇൻ ഡിഫോൾട്ട് വിൽ ബി ലയബിൾ ഫോർ ദ ഡാമേജസ് ടു ദ അതർ പാർട്ടി. ഓക്കെ, സോ അപ്പം ആൻസർ എങ്ങനെയാ വരിക, ഇഫ് ദ പാർട്ടി അല്ലെങ്കിൽ ഇഫ് ദ തേർഡ് പാർട്ടി ഡസ് നോട്ട് ഓർ കെൻ നോട്ട് ഫിക്സസ് ദ പ്രൈസ്, cannot fix the price or fix the price due to the, എന്തുകൊണ്ടാണ്, due to the default of either party, ഏതെങ്കിലും ഒരു പാർട്ടി, അത് ബയർ ആയിക്കോട്ടെ സെല്ലർ ആയിക്കോട്ടെ, either party to the contract. നമ്മുടെ സിറ്റുവേഷൻ ആരാണ് പാർട്ടീസ് ടു ദ കോൺട്രാക്ട്, സോണി ആൻഡ് പ്രിയ. then such a party in default, ആ പാർട്ടി in default will be what, will be liable to the damages caused to the third party, sorry, caused to the other party. അതേ പാർട്ടി എന്ന് പറയുമ്പോൾ പാർട്ടി വാസ് നോട്ട് ഇൻ ഡിഫോൾട്ട്. ഓക്കെ, ആ പാർട്ടിക്ക് ഉണ്ടാവുന്ന ഡാമേജസിന് എന്തുണ്ടാവും, ലയബിലിറ്റി ഉണ്ടാവും. പാർട്ടി ഇൻ ഡിഫോൾട്ട് വിൽ ബി ലയബിൾ, നമ്മൾ അണ്ടർലൈൻ ചെയ്യണം, പാർട്ടി ഇൻ ഡിഫോൾട്ട് വിൽ ബി ലയബിൾ ടു ദ ഡാമേജസ് കോസ്റ്റ് ടു ദ അതർ പാർട്ടി. ഈ പ്രൊവിഷൻ കേട്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. പ്രിയോ സോണിയോ ഇതിൽ ഡിഫോൾട്ടിങ് പാർട്ടി ആയിട്ട് നമുക്ക് തോന്നില്ല. പക്ഷെ ഫസ്റ്റ് സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, തേർഡ് പാർട്ടിക്ക് എഗ്രി ചെയ്യാൻ ഡസ് നോട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എഗ്രിമെന്റ് നമുക്ക് എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം എന്നൊരു പ്രൊവിഷൻ ഉണ്ട്. ആൻഡ് ഇതിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇഫ് നമ്മുടെ ബയർ റിസീവ്ഡ് അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്രോപ്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്രോപ്രിയേറ്റഡ് ഗുഡ്സ്, അത് ഈ ഒരു സിറ്റുവേഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹി ഹാസ് ടു പേ എന്താ, റീസണബിൾ പ്രൈസ്. കീവേഡ് ആണ്, നോക്കി വെച്ചിരിക്കുക, റീസണബിൾ പ്രൈസ്. റീസണബിൾ പ്രൈസ് നമ്മൾ എന്ത് ചെയ്യണം, പേ ചെയ്യണം. ഇഫ് അത് റിസീവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രോപ്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ബയർ എന്ത് ചെയ്യണം, റീസണബിൾ പ്രൈസ് പേ ചെയ്യണം, ഹാസ് ടു പേ റീസണബിൾ പ്രൈസ്. സോ ഇത്രയുമാണ് നമ്മൾക്ക് പ്രൊവിഷൻ പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, പ്രൈസ് എന്താണ് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തു. ദെൻ സെക്ഷൻ 9 പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, സെക്ഷൻ 10 പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ നമ്മുടെ ഈ പ്രൊവിഷൻ ഒരു അടിപൊളി പ്രൊവിഷൻ ആയിട്ടുണ്ട്. ഇത് ഹാൻഡ് റൈറ്റിംഗ് അത്ര സൂപ്പർ ഒന്നുമല്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ലേ. സോ ഗേസ് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഇതുപോലെ മെസ്സി ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെന്റൻസുകൾ തമ്മിൽ ഗ്യാപ്പിട്ട്, വേർഡ്സ് തമ്മിൽ ഗ്യാപ്പിട്ട് എന്ത് ചെയ്യാം, ഫ്രെയിം ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും ആയപ്പോഴത്തേക്കും നമുക്ക് എന്തായി, നമ്മുടെ പ്രൊവിഷൻ പാർട്ട് കംപ്ലീറ്റ് ആയി. ഇത്രയും കാര്യങ്ങൾ മതി നമ്മൾക്ക് ഈ ഒരു പ്രൊവിഷൻ പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. ദെൻ നമുക്ക് എന്ത് വേണം, നമ്മുടെ അടുത്ത പാരഗ്രാഫിന്റെ പേരെന്താണ്, അനാലിസിസ്. ഓക്കെ, അനാലിസിസ് പാരഗ്രാഫ്. അനാലിസിസ് പാരഗ്രാഫിൽ ക്വസ്റ്റ്യൻ കോപ്പി പേസ്റ്റ് ചെയ്യുക അല്ല നമ്മുടെ ഉദ്ദേശം. എന്താണ്, പ്രോബ്ലം ഏരിയാസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. നമുക്കിതിന്റെ അനാലിസിസ് കൂടെ ജസ്റ്റ് ഒന്ന് ഫ്രെയിം ചെയ്ത് നോക്കാം. ഓക്കെ, അനാലിസിസ് പാർട്ടിൽ നമുക്ക് എഴുതുന്നത് എന്താണ്, ഇവിടുത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു, സോണി പ്രിയയുടെ ഫ്രണ്ട് ആണ് എന്നുള്ളത് നമുക്ക് അത്ര റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ, അത് ഇൻ കേസ് നമ്മൾ അനാലിസിസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, സോണി wanted to buy the
2-wheeler ഓഫ് പ്രിയ. ഓക്കെ, ആൻഡ് അവരത് എഗ്രി ചെയ്തുകൊണ്ടാണല്ലോ ബാക്കി കാര്യങ്ങളിലേക്ക് ഇത് വന്നത്. ഓക്കെ, ആൻഡ് ആ എഗ്രി ചെയ്തപ്പോൾ എന്തായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത്? ആ ഒരു 2-wheelerന്റെ പ്രൈസ് ഫാദർ ഫിക്സ് ചെയ്യും എന്നുള്ളത്. ആൻഡ് ഫാദർ എന്ത് ചെയ്തു? ലേറ്റർ അത് റെഫ്യൂസ് ചെയ്തു. ആൻഡ് ഈ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് മുൻപേ തന്നെ അവിടെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. ഇമ്മീഡിയറ്റ്ലി ഹാൻഡഡ് ഓവർ ദ കീസ് ടു സോണിക്ക് 2-wheelerന്റെ കീ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അത് ഇതൊരു ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തതിന് ഒരു സിംബോളിക് ആയിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാര്യം എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ലേറ്റർ ഫാദർ എന്ത് ചെയ്തു? പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി റെഫ്യൂസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നമുക്ക് അനാലിസിസിൽ ഇൻക്ലൂഡ് ചെയ്ത് അനാലിസിസ് ഫ്രെയിം ചെയ്യാം. അനാലിസിസ് നമുക്ക് പറയാം. സോണി wanted to buy Priya's 2-wheeler and Priya agreed. Okay, the situation. Okay, and they decided to fix the price and they decided that the price of 2-wheeler will be fixed by whom? Priya's father. Okay, before fixing price, അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുത്ത ഒരു കാര്യമാണ്. പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്തു? പ്രിയ ഹാൻഡഡ് ഓവർ ദ കീ ടു സോണി. പിന്നെ എന്താ അവിടെ പ്രശ്നം വരാൻ സാധ്യത വന്ന ഒരു സിറ്റുവേഷൻ എന്താണ്? ഒരു കോൺഫ്ലിക്റ്റ് വന്നത് എപ്പോഴാണ്? ലേറ്റർ പ്രിയാസ് ഫാദർ refused to fix the price. എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂ റെലവന്റ് അല്ല. ഓക്കെ, പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഫാദർ റെഫ്യൂസ് ചെയ്ത സമയത്ത് ആൻഡ് പ്രിയ എന്ത് ചെയ്തു? പ്രിയ ആസ്ക്ഡ് സോണി ടു റിട്ടേൺ. ഓക്കെ, സോണി ടു റിട്ടേൺ ദ വെഹിക്കിൾ റിട്ടേൺ, അതായത് 2-wheeler റിട്ടേൺ ചെയ്യാനായിട്ട് റിക്വയർ ചെയ്തു. ബട്ട് സോണി റെഫ്യൂസ്ഡ്. ഓക്കെ, ഇത്രയും മാത്രം നമ്മൾ അനാലിസിസിൽ ഇൻക്ലൂഡ് ചെയ്താൽ മതി. നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇത്രയും മാത്രമാണ്. സോ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ മതിയാവും അനാലിസിസിൽ. ഓക്കെ, അപ്പം നമ്മളുടെ അനാലിസിസ് പാർട്ടുമായി ഇനി നമുക്ക് ഫൈനൽ ആൻസർ കൊടുക്കണം. എന്താണ് നമ്മളുടെ കൺക്ലൂഷൻ പാർട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ആസ് പെർ ദ റെലവൻറ്റ്. ഇനി നമ്മൾ റെലവൻറ്റ് പ്രൊവിഷൻസ് എഴുതിയാൽ മതി. ബിക്കോസ് നമ്മൾ റെലവൻറ്റ് പ്രൊവിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് കോട്ട് ചെയ്തിട്ടുണ്ട്. ആസ് പെർ ദ റെലവൻറ്റ് പ്രൊവിഷൻസ് ആൻഡ് ഫാക്ട്സ്, അതായത് അനാലിസിസ് ഓഫ് ദ കേസ്. ഫാക്ട്സ് ഓഫ് ദ കേസ്. ഫസ്റ്റ് ക്വസ്റ്റൻ എന്തായിരുന്നു? ക്യാൻ പ്രിയ ടേക്ക് ബാക്ക് ദ വെഹിക്കിൾ? നോ, പ്രിയക്ക് ടേക്ക് ബാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. എന്തുകൊണ്ടാണ്? ഈ ഒരു കാരണമാണ് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്ത് എഴുതേണ്ടത്. ദ ബയർ ആരാണ്? സോണി, who has received the goods have to pay a reasonable price in such a case. അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് എഴുതുന്നത്? നോ, സോണി have to pay reasonable price. എന്ത് പ്രൈസ്? റീസണബിൾ പ്രൈസ്. ഓക്കെ, കീവേഡ് ആണ് റീസണബിൾ പ്രൈസ് പേ ചെയ്യണം. ആസ് 2-wheeler's key had already been transferred. handed over. Okay, ആൻഡ് സെക്കൻഡ് കേസിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇഫ് ഇത് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ അവർക്ക് എന്തായിരുന്നു ചെയ്യാൻ പറ്റുക? അവരുടെ ആൻസർ നമുക്ക് ഡിഫറെന്റ് ആവും. യെസ്, അവർ ആൻസർ വിൽ ബി ഡിഫറെന്റ്. ആൻസർ ഡിഫറെന്റ് ആകുമോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ അതിനാണ് ആദ്യം ആൻസർ കൊടുക്കേണ്ടത്. യെസ്, ആൻസർ വിൽ ബി ഡിഫറെന്റ്. എങ്ങനെയായിരിക്കും പിന്നെ ആൻസർ വരുന്നുണ്ടാവുക? വിൽ ബി ഡിഫറെന്റ്. ഇൻ സച്ച് എ കേസ്, ആ കേസ് എന്താണ് എന്നുള്ളത് കൂടെ നിങ്ങൾ മെൻഷൻ ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. സച്ച് എ കേസ് എന്താണ്? സോണി ആൻഡ് പ്രിയ ക്യാൻ avoid the contract, avoid the agreement. Okay, ഇവർക്ക് ഈ ഒരു agreement എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? avoid the agreement as Priya's father refuses to fix the price. Okay, so yes, 7 marks granted. Okay, ഇതിനകത്ത് നിങ്ങൾ ഇനിയും ചെയ്യേണ്ട കാര്യം ഇത്രയും നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ആൻസർ ഒന്ന് നോക്കുക. ആൻസർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്യണം. ഈ സമയത്ത് സെക്ഷൻ നമ്പേഴ്സ് അണ്ടർലൈൻ ചെയ്യുക. നിങ്ങൾക്ക് അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം എഴുതുക. എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അണ്ടർലൈൻ ചെയ്യുക. എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ എത്ര കോൺഫിഡൻ്റ് ആണ് എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ അവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. അതാ നിങ്ങൾക്ക് സെക്ഷൻ നമ്പർ അറിയാം എന്ന് പറഞ്ഞിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളോ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓരോ ലൈൻസ് മതി. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞതിന് മുകളിൽ ചെയ്തുകൊണ്ടാണ് മാക്സിമം നമ്മൾ നീറ്റായിട്ട് വെക്കാം. ഇപ്പം സപ്പോസ് നിങ്ങൾക്ക് ഇതിൽ എന്തോ ഒരു പോയിന്റ് നിങ്ങൾക്ക് എഴുതി യു വോണ്ട് ടു കട്ട് ദാറ്റ്. ഇപ്പം ഞാനിവിടെ കുറേ കാര്യങ്ങൾ എഴുതി അത് മായ്ച്ചു കളയാനുള്ള ഓപ്ഷൻ എനിക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് ഞാനത് ഇറേസ് ചെയ്ത് കളഞ്ഞു. പക്ഷെ എനിക്കിപ്പോൾ ഈ സപ്പോസ് ഈ ഒരു സെൻറ്റൻസ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട് പാടില്ല. ഞാൻ പിന്നെ എങ്ങനെ കട്ട് ചെയ്യണം? ഒരൊറ്റ ലൈനിൽ കട്ട് ചെയ്യുക, അതിൻ്റെ അപ്പുറത്തോട്ട് കറക്റ്റായിട്ട് എഴുതുക. ഒരൊറ്റ വരയിൽ മാത്രമേ കട്ട് ചെയ്യുള്ളൂ. ടു ഫിക്സ് ദ പ്രൈസ്. മനസ്സിലായല്ലോ? സോ അങ്ങനെ മാത്രം നിങ്ങൾ ആൻസർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ആയിരിക്കും നിങ്ങൾക്ക്
ഈ ഒരു 7 മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻസർ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഇതിന് മാർക്സ് എങ്ങനെയാണ് അലോക്കേറ്റ് ആവുന്നത് എന്നുള്ളതും കൂടെ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 7 മാർക്സ് ആണ് എന്നുണ്ടെങ്കിൽ കൂടുതലും നിങ്ങൾക്ക് പ്രൊവിഷനിലേക്കായിരിക്കും നിങ്ങളുടെ മാർക്സ് അലോക്കേറ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ പ്രൊവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ 2 പ്രൊവിഷൻസ് കോട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് 2 രീതിയിൽ നോക്കാം. ഒരു 3 മാർക്സ് ആണ് പ്രൊവിഷനിൽ വരുന്നത് എങ്കിൽ ബാക്കി എങ്ങനെയായിരിക്കും മാർക്സ് വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ 4 മാർക്സ് ആണെങ്കിൽ ഈ 2 മാർക്സ് ആയിരിക്കും സ്കോപ്പ് ഉണ്ടാവുക. ഒന്നുകിൽ 3 മാർക്സ് അല്ലെങ്കിൽ 4 മാർക്സ് നിങ്ങൾക്ക് പ്രൊവിഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ 3 മാർക്സ് ആണ് നിങ്ങൾക്ക് പ്രൊവിഷനിൽ വന്നിട്ടുള്ളത് എങ്കിൽ അനാലിസിസിന് എനിവേ ഏതൊരു കേസിൽ നിങ്ങൾക്ക് 1 മാർക്കിൻ്റെ സ്കോപ്പ് ആയിരിക്കും ഉള്ളത്. കൂടുതൽ ആയിപ്പോയാൽ 1.5, കൂടിപ്പോയാൽ 1.5 ആ ഒരു റേഞ്ചിലായിരിക്കും അനാലിസിസിന് ഒരു മാർക്സ് വരുന്നുണ്ടാവുക. എന്ന് കരുതി ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് കൺസിഡർ ചെയ്ത് വലിയ മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും അനാലിസിസ് പാരഗ്രാഫ് ഇൻക്ലൂഡ് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ട്. സപ്പോസ് ഇതൊരു 4 to 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ, ഇതൊരു 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് വെച്ചോ, 4 മാർക്സിൻ്റെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അനാലിസിസ് ഇത്രയും എലാബറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അനാലിസിസ് ആൻഡ് കൺക്ലൂഷൻ പാരഗ്രാഫ് മെർജ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലെ കീ ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ മിസ് ചെയ്യാതെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ മെയിനായിട്ട് കോൺഫ്ലിക്റ്റ് എന്താണ് വന്നുള്ളൊരു കാര്യം അനാലിസിസിൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾ കോട്ട് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആൻഡ് കൺക്ലൂഷൻ പാർട്ടിലേക്ക് ഇപ്പോൾ പ്രൊവിഷൻ പാർട്ടിൽ 3 മാർക്സ് പോയി, അനാലിസിസിന് 1 മാർക്സ് വന്നു. ആൻഡ് കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1.5 ഈച്ച് ആയിരിക്കും ഓരോ ക്വസ്റ്റിൻ്റെ ആൻസറിനും വീഴുന്നുണ്ടാവുക. ഇതിലിപ്പോൾ നിങ്ങൾ ഒരു ആൻസർ തെറ്റിച്ചാണ് എഴുതിയെങ്കിൽ ഈ 1 അല്ലെങ്കിൽ 1.5 മാർക്സ് എന്താവും, അവിടെ കട്ടാവും. ഓക്കെ, അപ്പോൾ 4 മാർക്സ് ആണ് നിങ്ങൾക്ക് പ്രൊവിഷനിൽ പോകുന്നത് എങ്കിൽ, 4 മാർക്സ് ആണ് പ്രൊവിഷനിൽ പോകുന്നതെങ്കിൽ അഗെയിൻ അനാലിസിസിന് 1 മാർക്കിൻ്റെ സ്കോപ്പ് തന്നെ നമുക്ക് കൊടുക്കാം. കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ 1 മാർക്സ് വീതമായിരിക്കും അവിടെ അലോക്കേറ്റ് ആവുക. അങ്ങനെ 7 മാർക്സ് ആയിരിക്കും നിങ്ങൾക്ക് ഏതൊരു കേസിൽ കിട്ടാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ ഈ 7 മാർക്സ് എങ്ങനെ കറക്റ്റായിട്ട് നേടിയെടുക്കണം എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കുക, ഒന്നുകൂടെ തന്നെ എന്ത് ചെയ്യാൻ നോക്കുക, ആൻസർ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ ഒരു ഫോർമാറ്റിൽ തന്നെ ആൻസർ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ആൻഡ് ഓൾസോ ഈ 4 മാർക്സിനാണ് വരുന്നത് എങ്കിൽ നിങ്ങൾ എങ്ങനെ ആൻസർ എഴുതും എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് എഴുതി ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സെക്ഷൻ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, വായിച്ച് റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾക്ക് പ്രൊവിഷനിൽ നിങ്ങൾക്ക് ആ ഒരു ലോയുടെ ലാംഗ്വേജ് ഒക്കെ തന്നെ കിട്ടും. പ്രൊവിഷൻ ടെക്സ്റ്റിലുള്ളത് പോലെ പക്ക കോപ്പി പേസ്റ്റ് ചെയ്യണം എന്നുള്ളതല്ല. അതിനകത്ത് കുറച്ച് ലോ ടേംസിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വർക്കുകൾ ഉണ്ടല്ലോ, കീവേഡ്സ് ഉണ്ടല്ലോ, ആ കീവേഡ്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ പ്രൊവിഷൻ പാർട്ടിൽ ഇപ്പം 3 to 4 മാർക്സ് ആണ് വരുന്നത് എന്ന് പറഞ്ഞു. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഒരു സെക്ഷൻ നിങ്ങൾ കോട്ട് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 3 എന്നുള്ളത് 1.5 അല്ലെന്നുണ്ടെങ്കിൽ 2 എന്നുള്ളത് 4 എന്നുള്ളത് 2 മാർക്സ് ആയിട്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് അതിൽ തന്നെ സെക്ഷൻ 10 ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം മനസ്സിലായില്ല. കാരണം നമ്മൾ കൺക്ലൂഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ കോട്ട് ചെയ്യുന്നത്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന 2 സെക്ഷൻസ് വന്നിട്ടുള്ളത്, 2 പ്രൊവിഷൻസ് വന്നിട്ടുള്ളത് സെക്ഷൻ 10-ലാണ്. ഓക്കെ, ആൻഡ് എന്ന് കരുതി സെക്ഷൻ 9 ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, സെക്ഷൻ 9ഉം എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ്. സെക്ഷൻ 9-ൽ പറഞ്ഞ സെക്കൻഡ് കേസിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളും കൂടെ ഒന്നുമില്ലെങ്കിൽ ആ പോയിന്റ്സ് മാത്രം പക്കായിട്ട് നിങ്ങൾ എഴുതാനെങ്കിലും ശ്രമിക്കണം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊവിഷൻസ് മസ്റ്റായിട്ട് നമ്മളുടെ ക്വസ്റ്റ്യൻ ആൻസറിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ കൺഫേം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ലോയുടെ ഈ ക്വസ്റ്റ്യൻ സെറ്റായല്ലോ. അപ്പോൾ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ എന്ത് ചെയ്യും, പ്രാക്ടീസ് ചെയ്യും. ഈ ഒരു 50 ഡേയ്സ് കൊണ്ട് ലോയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഈസി ആവും, നിങ്ങൾ എക്സ്പേർട്ട് ആവും. അപ്പോൾ അതിൻ്റെ കൂടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള സബ്ജക്ട്സ് കൂടെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.